ഈ വീഡിയോയ്ക്കകത്ത് എമിറ്റർ കപ്പിൾഡ് ലോജിക് അല്ലെങ്കിൽ ECL ലോജിക് ഫാമിലിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ECL ലോജിക് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലിയാണെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ട്. ലോജിക് ഫാമിലിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു നോൺ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലോജിക് ഫാമിലിയാണ് എമിറ്റർ കപ്പിൾഡ് ലോജിക് ഫാമിലി. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റൽ ലോജിക് ഫാമിലി. വെരി ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലി എന്ന് പറയുന്നത് ECL ആണ്. ഇതിനെ നമുക്ക് കറൻറ്റ് മോഡ് ലോജിക് എന്നും വിളിക്കാം. വെരി സ്മോൾ വോൾട്ടേജ് സ്വിങ് ഈസ് നെസസറി ടു സ്വിച്ച് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽ. ഇപ്പോൾ രണ്ട് വോൾട്ടേജ് ലെവലിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് സ്വിങ് വളരെ ചെറുതാണ്. ECL ഫാമിലി ഓഫേഴ്സ് എ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് 1 നാനോസെക്കൻഡ്. അപ്പം ECL ഫാസ്റ്റസ്റ്റ് ആണെന്ന് പറയുമ്പം അവിടുത്തെ ഡിലേ എന്തായിരിക്കും? കുറവായിരിക്കും. ഒരു 1 നാനോസെക്കൻഡ് റേഞ്ചിലാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ വരുന്നത്. ഹൈ ഫാൻ ഔട്ട് ഈസ് പോസിബിൾ. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഓഫ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആൻഡ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് ദി എമിറ്റർ ഫോളോവർ. ഇതിൻ്റെ ഹൈ ഫാൻ ഔട്ട് എന്നുള്ളതും അതിൻ്റെ ഒരു ഫീച്ചറാണ്. ദി ഔട്ട്പുട്ട് ഓഫ് 2 or more ECL ഗേറ്റ്സ് ക്യാൻ ബി കണക്റ്റഡ് ടുഗദർ ടു ഫോം വയേർഡ് ലോജിക് ഇൻ ടു ഫോം നോ ഫങ്ഷൻ ആൻഡ് ഓർ ഫങ്ഷൻ. രണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ECL എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നോൺ സാച്ചുറേറ്റഡ് ആണ്, ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ ലോജിക് ഫാമിലി ആണ്, കറൻറ്റ് മോഡ് ലോജിക് എന്നും അതിനെ വിളിക്കാം, വെരി സ്മോൾ വോൾട്ടേജ് സ്വിങ് ആണ്, then offers a propagation delay. Propagation delay small ആണ്, small propagation delay of 1 nanosecond, high fan out. ഇതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ദി ഔട്ട്പുട്ട് ഓഫ് 2 or more ECL ഗേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്തുണ്ടാക്കാം? വയേർഡ് ലോജിക്ക് നോർ ഫങ്ഷനും ഓർ ഫങ്ഷനും ഉണ്ടാക്കാം. ഇത്രയാണ് എമിറ്റർ കപ്പിൾഡ് ലോജിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി എമിറ്റർ കപ്പിൾഡ് ലോജിക്കിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ടിനകത്ത് ട്രാൻസിസ്റ്റേഴ്സും റെസിസ്റ്റേഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ECL ഡിസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് ആംപ്ലിഫയർ ഉണ്ട്. ഇറ്റ് യൂസ് ഡിഫറൻസ് ആംപ്ലിഫയർ ഇൻ വിച്ച് ദി എമിറ്റേഴ്സ് ഓഫ് 2 ട്രാൻസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഡിഫറൻസ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ സർക്യൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും Q1, Q2, Q3. അതിൽ Q2, Q3, Q1 ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡിഫറൻസ് ആംപ്ലിഫയർ ഫോമിലാണ്. അപ്പം ഡിഫറൻസ് ആംപ്ലിഫയറിന് ഇതിൻ്റെ എമിറ്റേഴ്സ് കണക്റ്റഡ് ടുഗദറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എമിറ്റർ കപ്പിൾഡ് ലോജിക് എന്ന് വിളിക്കുന്നത്. ഈ ഡിഫറൻസ് ആംപ്ലിഫയർ പെർഫോംസ് ദ ലോജിക് ഓപ്പറേഷൻ. ഡിഫറൻസ് ആംപ്ലിഫയർ ആണ് ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ദി എമിറ്റർ ഫോളോവേഴ്സ് ആർ യൂസ്ഡ് ഫോർ ലെവൽ ഷിഫ്റ്റിംഗ്. By preventing the transistor from entering into saturation, the high speed operation is achieved. അപ്പം ECL എന്ന് പറയുന്നത് വെരി ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ ലോജിക് ഫാമിലി എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഈ ലോജിക് ഫാമിലി അത് സാച്ചുറേഷനിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ഹൈ സ്പീഡ് നമുക്ക് കിട്ടുന്നത്. ഇനി ECL യൂസ് ചെയ്ത് നമുക്ക് നോർ ഗേറ്റും അതേപോലെ തന്നെ ഓർ ഗേറ്റും ഒരു സിംഗിൾ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും പോസിബിളാണ്. അപ്പോൾ ഇവിടെ Q1, Q2, Q3 എന്ന് പറയുന്ന 3 ട്രാൻസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ Q1, Q2 എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ട്രാൻസിസ്റ്റേഴ്സ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഫോമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. R1 എന്ന് പറയുന്നതാണ് Q2ലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റർ. R3 എന്ന് പറയുന്നതാണ് Q3യിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റർ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടെ, എമിറ്റേഴ്സിനെല്ലാം കൂടെ RE റെസിസ്റ്റർ വഴി -VEE സപ്ലൈ ഒരു നെഗറ്റീവ് വോൾട്ടേജിലേക്കാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് Vout1ഉം Vout2ഉം Q2ൻ്റെ ഔട്ടിൽ നിന്ന് എടുക്കുന്നത് Q1, Q2 ഷോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്നതാണ് Vout1 അല്ലെങ്കിൽ നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ദെൻ Vout2 അല്ലെങ്കിൽ ഓർ ഗേറ്റ് എന്ന് പറയുന്നത് Q3യുടെ ഔട്ടിൽ നിന്ന് വരുന്നതാണ്. ഇനി Vout1 നോർ ഫങ്ഷൻസും Vout2 ഓർ ഫങ്ഷൻസുമാണ് പെർഫോം ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ബിറ്റാണ്, 2 ഇൻപുട്ടാണ് വരുന്നത്. സോ 2 ബിറ്റ് യൂസ് ചെയ്ത് നമുക്ക് മാക്സിമം 4 കോമ്പിനേഷൻസ് 0001 1011 4 കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. നമുക്കിനി വാല്യൂസ് കൊടുത്ത് നോക്കാം ഓരോ വാല്യൂസും. ഇപ്പം നമ്മളിവിടെ Vin രണ്ടും 0 കൊടുത്തു.
രണ്ടും സീറോ കൊടുക്കുന്ന സമയത്ത് Q1 Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ 0 വോൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Q1 Q2 എന്തായിരിക്കും? ഓഫായിരിക്കും. Q1 Q2 ഓഫ് ആയിരിക്കുമ്പം ഇവിടുന്ന് വരുന്ന കറൻറ്റ് ഇവിടെ വരില്ലേ, പിന്നെ അങ്ങോട്ടേക്ക് പോവില്ലല്ലോ. അപ്പം വി ഔട്ട് 1, നോറിൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 1 കിട്ടും. ഈ സമയം -VEEയിലേക്കാണ് Q3 കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ സമയം Q3 ഓൺ ആവും. Q3 ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവഴി കറണ്ട് ഫ്ലോ നടക്കും. ഇതുവഴി കറണ്ട് ഫ്ലോ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് Vout2 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഇൻപുട്ട് 0 0 വരുന്ന കേസ്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം 0 ആക്കാം. അപ്പം ഒരെണ്ണം 0 എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ സെക്കൻഡ് സ്റ്റേജ് എടുക്കുക, 0 1. അപ്പം Vin1 0, Vin2 1. അപ്പോൾ 1 കൊടുക്കുമ്പം Q1 എന്തായിരിക്കും? ഓൺ ആയിരിക്കും. Q1, കാരണം Q1ൻ്റെ ബേസിലേക്ക് 1 വോൾട്ട് വരുമ്പോൾ Q1 ഓൺ ആയിരിക്കും. Q1 ഓൺ ആകുമ്പോൾ VCC വഴി കറൻറ്റ് ഫ്ലോ എങ്ങനെ നടക്കും? ഇങ്ങനെ കറൻറ്റ് ഫ്ലോ നടക്കും. ആ സമയത്ത് Vout1 ഓർ എന്താ നമുക്ക് കിട്ടുക? 0 അല്ലേ കിട്ടുക. അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നോറിൻ്റെ ഔട്ടിൽ എന്ത് കിട്ടും? 0 വരും. ഈ സമയത്ത് -VEEയിലേക്കാണ് Q3 കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് Q3 ഓഫ് ആയിരിക്കും. ഓഫ് ആവുന്ന സമയം നമുക്ക് Vout2 ഓർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 കിട്ടും. 1 ഇവിടെ കിട്ടി. ഇതേ പ്രോസസ്സ് തന്നെയല്ലേ നമ്മൾ തിരിച്ച് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് മൂന്നാമത്തെ സ്റ്റേജ് നോക്കാം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 1 0. Vin1 ഇവിടെ 0. അപ്പോൾ Q2 എന്തായിരിക്കും? ഓൺ ആയിരിക്കും. Q2 ഓൺ ആകുമ്പോൾ കറണ്ട് ഫ്ലോ എങ്ങനെ നടക്കും? ഇങ്ങനെ കറണ്ട് ഫ്ലോ നടക്കും. ഇങ്ങനെ കറണ്ട് ഫ്ലോ. ഈ സമയത്ത് Q3 എന്തായിരിക്കും? ഓഫായിരിക്കും. അപ്പം ഇവിടെ നോറിൽ എന്താ കിട്ടുക? 0, ഓറിൽ 1. അതന്നെയല്ലേ ഇവിടെ വന്നത്. ഓറിൽ 1, നോറിൽ 0. ഇനി നമുക്ക് ഫോർത്ത് കേസ് നോക്കാം. ഫോർത്ത് കേസ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? രണ്ടും 1 ആവുന്ന കേസ്. രണ്ടും 1 ആവുമ്പോൾ എന്തായിരിക്കും? Q1 ഓൺ ആയിരിക്കും, Q2 ഓൺ ആയിരിക്കും. കറണ്ട് ഫ്ലോ ഇങ്ങനെയൊക്കെ നടക്കാം. കറണ്ട് ഫ്ലോ നടക്കും. ആ സമയത്ത് Vout1 നോർ എന്തായിരിക്കും? 0 അല്ലേ, കാരണം ഇവിടെ ഡ്രോപ്പ് ഒന്നും നടക്കുന്നില്ല. ദെൻ ഈ സമയം ഇതെന്തായിരിക്കും? ഓഫായിരിക്കും. അപ്പോൾ ഓഫായിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ വാല്യൂ എന്താണ്? 1. ഇങ്ങനെയാണ് ECLൻ്റെ ഓർ നോർ ഗേറ്റ് ആയിട്ടുള്ള ECL സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ സർക്യൂട്ട് ഈസ് ദ എമിറ്റർ കപ്പിൾഡ് ലോജിക് ഓഫ് ദ 2 ഇൻപുട്ട് ഓർ നോർ ഗേറ്റ്. ഒരു സർക്യൂട്ടിനകത്ത് നമുക്ക് രണ്ടും കിട്ടും, ഓറും നോറും. If the input at both the transistor Q1 and Q2 are low, it will make Vout1 to high value. It corresponds to the NOR gate output. At the same time, transistor Q3 is turned on, which will make the Vout to be low. It corresponds to the OR gate output. Similarly, if both the input of transistors Q1 and Q2 are high, random high ആക്കി വെച്ചാൽ it will turn on both the transistors and it drive the output at terminal Vout to be low. The transistor Q3 is turned off during this operation and it will drive the output at terminal Vout to be high. ദെൻ അഡ്വാൻറ്റേജസ് നോക്കാം. ECLൻ്റെ ഹൈ സ്പീഡ് ഓപ്പറേഷനാണ്, ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലിയാണ്. സിൻസ് ട്രാൻസിസ്റ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻ ടു സാച്ചുറേഷനിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ സ്റ്റോറേജ് ഡിലേ അവിടെ കുറവാണ്. ഫാൻ ഔട്ട് ക്യാപ്പബിലിറ്റി ഹൈ ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫോർ ദ ഫാസ്റ്റ് സ്വിച്ചിങ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, ദ ലോ ആൻഡ് ഹൈ ലെവൽ ലോജിക് ലെവൽസ് ആർ കെപ്റ്റ് ക്ലോസ്. ഇറ്റ് റെഡ്യൂസസ് ദ നോയ്സ് മാർജിൻ. ലോ ലെവലും ഹൈ ലെവലും അടുത്ത് വരുമ്പോഴല്ലേ നമുക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സ്വിച്ചിങ് നടക്കുന്നത്. ആ സമയത്ത് നോയ്സ് മാർജിൻ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. സിൻസ് ട്രാൻസിസ്റ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ഇൻ ടു സാച്ചുറേഷൻ, ദ പവർ കൺസംഷൻ മോർ. ഇവിടെ പവർ കൺസംഷൻ കൂടുതൽ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് CMOS ലോജിക് ഫാമിലി. CMOS ലോജിക് ഫാമിലി അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ്
സെമി കണ്ടക്ടർ, ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. ലോജിക് ഫാമിലിക്കകത്ത് എൻ ചാനൽ മോസ്ഫെറ്റും പി ചാനൽ മോസ്ഫെറ്റും വരുന്നുണ്ട്. സിമോസ് എന്ന് പറയുമ്പം കോംപ്ലിമെൻ്ററി ആണ്. അപ്പം എൻ മോസും പി മോസും അവിടെ വരുന്നുണ്ട്. ഇതിന് ഗ്രേറ്റർ കോംപ്ലക്സിറ്റിയാണ്. പി മോസ് എൻ മോസിനേക്കാൾ ഗ്രേറ്റർ കോംപ്ലക്സിറ്റിയാണ് സി മോസിന്, കാരണം രണ്ടും വരുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്, പവർ ഡിസിപ്പേഷൻ ലെസ് ആണ്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും, സാധാരണ സ്പീഡ് കൂടുമ്പോൾ പവർ ഡിസിപ്പേഷനും കൂടാറാണ് ചെയ്യുക. പക്ഷേ ഇവിടെ രണ്ടും കൂടെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പീഡ് കൂടുതലാണ്, പവർ ഡിസിപ്പേഷനും കുറവാണ്. സിമോസ് ഓൾസോ ഹാസ് മോർ ഫാൻ ഔട്ട് ആൻഡ് ബെറ്റർ നോയ്സ് മാർജിൻ. ഫാൻ ഔട്ടും കൂടുതലാണ്. സിമോസ് പോപ്പുലർ ഇൻ MSI ആൻഡ് LSI ഏരിയാസ്, medium scale integration, large scale integration, and is the only possible logic for fabrication of VLSI devices. Fabrication process is simpler than TTL and it provides greater packing density. അപ്പം ഹയസ്റ്റ് പാക്കിംഗ് ഡെൻസിറ്റി വരുന്നത് എവിടെയാണ്? സിമോസിൻ്റെ അകത്താണ്. ഹയസ്റ്റ് പാക്കിംഗ് ഡെൻസിറ്റി സിമോസിൻ്റെ അകത്താണ്. പിന്നെ VLSI ഡിവൈസസിലൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ്, ഹൈ പാക്കിംഗ് ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെയാണ് VLSI ഡിവൈസസിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ബോത്ത് എൻ ചാനൽ ആൻഡ് പി ചാനൽ ഉണ്ട്. ഗ്രേറ്റർ കോംപ്ലക്സിറ്റിയാണ്, ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഹൈ ആണ്, പവർ ഡിസിപ്പേഷൻ ലെസ് ആണ്, പിന്നെ മോർ ഫാൻ ഔട്ട് ആണ്, ബെറ്റർ നോയ്സ് മാർജിൻ ആണ്. ഇത്രയാണ് സിമോസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി സിമോസ് യൂസ് ചെയ്ത് നമുക്ക് ഇൻവേർട്ടർ, അതേപോലെ തന്നെ നാൻഡ്, നോർ, ഇത്രയും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതിൽ നമുക്ക് ഒരൊറ്റ കൺസെപ്റ്റ് കിട്ടിയാൽ മതി. സിമോസ് ഇൻവേർട്ടറിൻ്റെ അകത്ത് ഇതിൽ നമ്മൾ ഇൻ സിമോസ് ഇൻവേർട്ടർ ബോത്ത് ദി എൻ ചാനൽ ആൻഡ് പി ചാനൽ ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. പിയും എന്നും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദ സോഴ്സ് ടെർമിനൽ ഓഫ് ദ പി ചാനൽ, ഇവിടെ ഇത് പറയുന്നത് പി ചാനലാണ്, ഇത് എൻ ചാനലാണ്. പി ചാനലിൻ്റെ സോഴ്സ് ടെർമിനൽ കണക്റ്റഡ് ടു സോഴ്സ് വോൾട്ടേജ് VDD. ദ സോഴ്സ് ടെർമിനൽ ഓഫ് എൻ ചാനൽ ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ദ ഗേറ്റ് ഓഫ് ബോത്ത് ദ ഡിവൈസസ്, ഇവിടെ ഗേറ്റ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും, രണ്ടിൻ്റെ ഗേറ്റും കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഇൻപുട്ട് അതിലേക്ക് കൊടുത്തു. ആൻഡ് എ കോമൺ ഇൻപുട്ട് ഈസ് ഗിവൺ ടു ബോത്ത് ദ മോസ്ഫെറ്റ് ബേസ്. ദ ഡ്രെയിൻ ടെർമിനൽസ് ആർ കണക്റ്റഡ് ടുഗദർ ആസ് എ കോമൺ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡ്രെയിനിലേക്കാണ്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് പറയുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഓൺ ആവുന്നു ഓഫ് ആവുന്നു പഠിച്ചിരുന്നാൽ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പി ഡിവൈസ് ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിലേക്ക് 0 വരുന്ന സമയത്താണ് ഓൺ ആവുന്നത്. അപ്പോൾ 1 വന്നാൽ എന്തായിരിക്കും? ഓഫായിരിക്കും. ഇതാണ് പി മോസ്ഫെറ്റിൻ്റെ കേസ്. എൻ മോസ്ഫെറ്റ് ആണെന്നുണ്ടെങ്കിൽ വി ഇന്നിലേക്ക് 1 വന്നാലാണ് ഓൺ ആവുന്നത്. അപ്പം വി ഇന്നിലേക്ക് 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? ഓഫാണ്. ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ബാക്കിയെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതെങ്ങനെ ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യും നമുക്കൊന്ന് നോക്കാം. അപ്പം വി ഇൻ ആദ്യം ഞാൻ 0 കൊടുത്തു. 0 കൊടുക്കുന്ന സമയത്ത് ഇതിലേതായിരിക്കും ഓൺ ആവുക? പി മോസ്ഫെറ്റ് ആണോ എൻ മോസ്ഫെറ്റ് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു പിയിലേക്ക് 0 വരുന്ന സമയത്താണ് ഓൺ ആവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? Q1, അതാണ് പി മോസ്ഫെറ്റ്. Q1 എന്തായി? ഓണായി. അപ്പോൾ വി ഇൻ 0 ആവുന്ന സമയത്ത് Q1 ഓണായി. Q1 ഓൺ ആവുമ്പം Q1 ഓണായി മാത്രമല്ല Q2 എന്താണ്? ഈ സമയത്ത് ഓഫാണ്. അപ്പോൾ Q1 ഓൺ, Q2 ഓഫ്. അപ്പോൾ നമ്മുടെ കറൻറ്റ് ഫ്ലോ ഇങ്ങനെ നടക്കും. പിന്നെ അങ്ങോട്ടേക്ക് പോവോ? ഇല്ല. അപ്പോൾ നമുക്ക് V0 എന്ത് കിട്ടും? VDD എന്ന് കിട്ടും. V0 = VDD. അപ്പോൾ ഇൻപുട്ട് 0 കൊടുത്തപ്പം ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു ഹൈ വാല്യൂ. VDD എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ അത് 1 ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇൻപുട്ട് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആണ്. ദെൻ നമുക്കിനി അടുത്ത കേസ് വി ഇന്ന് 1 കൊടുക്കാം. വി ഇന്ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഏത് മോസ്ഫെറ്റാണ് ഓൺ ആവുക? എൻ മോസ്ഫെറ്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ Q2 ഓൺ ആവും. എന്നിട്ട് Q1 എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. പറഞ്ഞിട്ടുണ്ട് നേരത്തെ, Q2 ഓൺ, Q1 ഓഫ്. അപ്പോൾ നോക്കിയേ, Q1 ഓഫ് ആവുന്ന സമയത്ത് ഇതുവഴി കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുമോ? ഉണ്ടാവില്ല. അപ്പോൾ V0 നമുക്ക് എന്ത് കിട്ടും? 0 അല്ലേ? ഇത് ഓൺ ആവുമ്പോൾ ഇതിങ്ങനെ നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യും. പക്ഷേ ഇവിടെ മുകളിൽ നിന്നൊന്നും കറണ്ട് ഫ്ലോ നടക്കാത്തതുകൊണ്ട് V0 നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇൻപുട്ട് 0 കൊടുത്തപ്പോൾ ഔട്ട് 1 വന്നു. ഇന്ന് 1 കൊടുത്തപ്പോൾ ഔട്ട് 0 വന്നു.
ഇതെന്ത് ഗേറ്റ് ആണ്? നോട്ട് ഗേറ്റ് അല്ലേ? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻവേർട്ടർ എന്നൊക്കെ വിളിക്കാം. നോട്ട് ഗേറ്റ് അല്ലെങ്കിൽ ഇൻവേർട്ടർ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ്. അപ്പം നമ്മൾ എന്ത് മാത്രം പഠിച്ചാൽ മതി? ഈ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. ബാക്കി ഏത് ഗേറ്റ് മീൻസ് ഇൻവേർട്ടർ അല്ലെങ്കിൽ നോട്ട് ഗേറ്റ്, നോർ ഗേറ്റ്, നാൻ ഗേറ്റ്. ഇപ്പോൾ ഫോർ എ ഹൈ ഇൻപുട്ട് അറ്റ് വി ഇൻ ദ പി ചാനൽ മോസ്ഫെറ്റ് ഗെറ്റ് ടേൺഡ് ഓഫ്. അപ്പം പി ഓഫ് ആയിരിക്കും. ബട്ട് ദ എൻ ചാനൽ ഡിവൈസ് ടേൺ ഓൺ. ദിസ് വിൽ ഡ്രൈവ് ദ ഔട്ട്പുട്ട് V0 to at logic 0. Low. If low input is given at the input terminal Vin, it will turn on Q1 and turn off Q2, making the output to be high. ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിയും എന്നും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, CMOS NAND ഗേറ്റ്. ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും 2P 2N വരുന്നുണ്ട്. ഇൻ ദ സർക്യൂട്ട് ഓഫ് 2 ഇൻപുട്ട് CMOS NAND ഗേറ്റ് ഇറ്റ് ഹാസ് 2P ചാനൽ ആൻഡ് 2N ചാനൽ. 2P ചാനലുകൾ ഏതൊക്കെയാണിത്? Q1 Q2 P ചാനലാണ്. അപ്പം Q1 Q2 P ആണ്. ആൻഡ് Q3 Q4 എന്ന് പറയുന്നത് എന്താണ്? N ചാനലാണ്. Q3 Q4 N channel. A and B are two input. The input A is given to gate terminal of ഏതൊക്കെയാണ്? Q1 Q3. A Q1ലേക്കും Q3ലേക്കും. The input B is given to the gate terminal of Q2 and Q4. The output is obtained from the terminal V0. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് 2 ഇൻപുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും? 2 ഇൻപുട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A B ദെൻ ഔട്ട്പുട്ട് V0. അപ്പോൾ ഏതൊക്കെ? 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 വരാം. ഫസ്റ്റ് നമുക്ക് 0 0 നോക്കാം. 0 0 കൊടുക്കുന്ന കേസിൽ എന്തായിരിക്കും ഉണ്ടാവുക? Q1 എന്ന് പറയുന്ന എന്തായിരിക്കും? Pൻ്റെ ബേസിലേക്ക് 0 വന്നു. അപ്പോൾ ഇത് ഓൺ ആവും. ദെൻ പിന്നെ ഇത് Q3 എന്തായിരിക്കും? ഓഫായിരിക്കും. ദെൻ ഇവിടെയും 0 വന്നപ്പം Q2 എന്തായിരിക്കും? ഓൺ ആയിരിക്കും. Q4 എന്തായിരിക്കും? ഓഫായിരിക്കും. നോക്കി, അപ്പോൾ ഇത് രണ്ടും 2N ചാനൽ 2N മോസ്ഫെറ്റും ഓഫാണ്. P മോസ്ഫെറ്റ്സ് ആണെങ്കിൽ ഓണുമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിലൂടെ കറണ്ട് ഫ്ലോ നടക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കുമോ? ഇല്ല. ഇവിടെ V0. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് V0 എന്ത് കിട്ടും? 1 കിട്ടും. നാൻഡ് എന്താണ് വരിക? 0 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 അല്ലേ വരിക. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? 0യും 1ഉം വരുന്നത്. 0യും 1ഉം വരുന്ന കേസ്. 0യും 1ഉം വരുന്ന കേസാണെങ്കിൽ എങ്ങനെ വരും? അപ്പം Q1 എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ദെൻ ആ സമയത്ത് Q3 എന്തായിരിക്കും? ഓഫായിരിക്കും. ദെൻ B1 ആവുന്ന സമയത്ത് Q2 എന്തായിരിക്കും? ഓഫായിരിക്കും. Q4 എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ഇനി നോക്കിയേ, ഓൺ ആവുന്ന Q1 ഓൺ ആണ്. Q1 ഓൺ ആണെങ്കിൽ ഇതുവഴി കറണ്ട് ഫ്ലോ നടക്കും. ഇങ്ങനെ കണക്ഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ V0യിൽ വാല്യൂ എത്തും. പിന്നെ Q3 ഓഫാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് പോവില്ല. അപ്പോൾ V0യിൽ നമുക്ക് എന്ത് കിട്ടും? VDD എന്ന് പറയുന്നത് കിട്ടും. അപ്പം VDD എന്ന് പറയുമ്പോൾ ഇവിടെ 1 വന്നു. നോക്കിയേ, നാൻഡ് ഗേറ്റിലാണെങ്കിൽ ഔട്ട് എന്താ വരിക? 1 വന്നു. ദെൻ നമുക്കിനി അടുത്ത കേസ്, അടുത്തതും ഇതേപോലെ തന്നെ അല്ലേ വരിക? 1 0 വരുന്ന കേസും ഇതേപോലെ തന്നെ വരും. അപ്പം നെക്സ്റ്റ് കേസ് 1 0 വരുമ്പോഴും ഇത് തന്നെ നമുക്ക് വരും. ഇനി നമുക്ക് 1 വന്നു. 1 1 ആവുന്ന കേസ് നോക്കാം. 1 1 ആവുന്ന കേസിൽ എന്ത് ചെയ്യും? Q1 ഓഫായിരിക്കും. ആ സമയത്ത് Q3 ഓൺ ആയിരിക്കും. ദെൻ B കൊടുത്തിരിക്കുന്നത് ഏതിൻ്റെയൊക്കെ ബേസിലേക്കാണ്? Q2 ഓഫായിരിക്കും. Q4 എന്തായിരിക്കും? ഓൺ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഇവിടുന്ന് കറണ്ട് ഫ്ലോ ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ V0 നമുക്ക് എന്താ കിട്ടുക? 0. അതെങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ ഔട്ട് എന്ത് കിട്ടും? 0 കിട്ടും. ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. CMOS NAND ഗേറ്റ് ട്രൂത്ത് ടേബിൾ നമുക്കറിയാം. ഇപ്പോൾ ഈ വരച്ചതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ വെൻ ബോത്ത് ദ ഇൻപുട്ട് ആർ ഗിവൺ ലോ ഇൻപുട്ട് ഇറ്റ് വിൽ ടേൺ ഓൺ Q1 Q2 and turn off the MOSFET Q3 and Q4.
The output terminal is connected to the supply voltage VDD and the output will be high. When either one of the input is high, let us consider A is given high input and B is given low input. MOSFET Q1 and Q4 are get turned on, whereas Q2 and Q3 are turned off. This will make a path for the supply voltage to be connected to the load, making the output to be high. If both the inputs A and B are high input, which make the MOSFET Q3 and Q4 to be on and Q1, Q2 turned off. Thus, the output is connected to ground alone, thereby the output will be in low state. ദെൻ CMOS യൂസ് ചെയ്ത് നമുക്ക് നോർ ഗേറ്റും കൂടെ ഉണ്ടാക്കാം. നോർ ഗേറ്റും കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കറിയാം പി ചാനൽ സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, എൻ ചാനൽ പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നാൻഡ് ഗേറ്റിലാണെന്നുണ്ടെങ്കിൽ പി ചാനൽ പാരലായിട്ടും എൻ ചാനൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ CMOS നോർ ഗേറ്റിനകത്ത് ഇതേപോലെ തന്നെ നമുക്കതിൻ്റെ വർക്കിംഗ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം വർക്കിംഗ് എന്ന് പറയുമ്പം രണ്ട് ഇൻപുട്ടാണ് എ ബി, ഔട്ട്പുട്ട് V0. നമുക്ക് എത്ര കോമ്പിനേഷൻസ് വരും? 0 0 0 1 1 0 1 1. അപ്പം Q1 P ആണ്, Q2 P ആണ്, Q3 N ആണ്, Q4 N ആണ്. എ ബി രണ്ടും 0 ആവുന്ന കേസിൽ എന്തുണ്ടായിരിക്കും? രണ്ടും 0 ആവുമ്പം Q1 Q2 ഓൺ ആയിരിക്കും. Q1 Q2 ഓൺ ആണ്. പക്ഷേ പിയുടെ ഗേറ്റിലേക്കും കൊടുക്കുന്നുണ്ട്, അതേസമയം Q2ൻ്റെ ഗേറ്റിലേക്കും വരുന്നുണ്ട്. പക്ഷേ ഇത് ഓൺ ആവുമ്പം ഇത് ഓഫായിരിക്കും, Q3 ഓഫായിരിക്കും. ഇനി Q2 ഓൺ ആവുന്ന സമയത്ത് Q4 ഓഫായിരിക്കും. അപ്പോൾ ഇങ്ങനെ കറണ്ട് വന്ന് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? വോൾട്ടേജ് കിട്ടും. V0 = VDD കിട്ടും, എന്ന് വെച്ചാൽ 1. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വന്നു? 1. നോക്കിയേ, നോറിൻ്റെ ഫങ്ഷൻ അല്ലേ. ദെൻ നമുക്കിനി അടുത്ത കേസ് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. അപ്പം സെക്കൻഡും തേർഡും സിമിലറാണ്. അപ്പം നമുക്കിവിടെ 0 1 എടുത്തു ഞാൻ. അപ്പോൾ 0 1 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 കൊടുക്കുമ്പം Q1 എന്തായിരിക്കും? ഓണാണ്, കാരണം അത് P അല്ലേ. ഇത് P ആയതുകൊണ്ട് ഓണായി. അതേ എ ഇൻപുട്ട് തന്നെ എവിടേക്കും വന്നിട്ടുണ്ട്? Q3യിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ഓഫാണ്. ഇനി ബിയിൽ 1 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ Q2 എന്തായിരിക്കും? ഓഫായിരിക്കും. പക്ഷെ ആര് ഓണായിരിക്കും? Q4 ഓണായിരിക്കും. കാരണം ഇതെന്താണ്? എൻ മോസ്ഫെറ്റ് ആണ്. അപ്പം ഓണായിക്കഴിഞ്ഞാൽ ഇവിടെ Q1 ഓണാണ്, കറണ്ട് ഫ്ലോ ഇങ്ങനെ വരും. പക്ഷേ Q2 ഓഫാണ്. അപ്പോൾ Q2 ഓഫ് ആവുന്ന സമയത്ത് നമുക്ക് V0യിൽ എന്താ വരിക? അതേപോലെ തന്നെ ഇവിടെ Q4 ഓണാണ്, പക്ഷെ അവിടെ കറണ്ട് ഫ്ലോയ്ക്ക് പാത്ത് കിട്ടുന്നില്ല. സോ V0 നമുക്ക് എന്ത് പറയാം? V0 എങ്ങോട്ടേക്ക് കണക്ഷൻ വരുന്നുള്ളൂ? V0 ഗ്രൗണ്ടിലേക്കല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ V0 = നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. നോക്കിയേ, ഇവിടെ 0 വന്നു. അപ്പോൾ 0 1 നോർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താ കിട്ടുക? 0 കിട്ടും. ഇപ്പം നോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ 1 നോട്ട് ചെയ്യുമ്പോൾ 0. ഇതേ ഫങ്ഷൻ തന്നെയല്ലേ നമുക്ക് ഇവിടെയും വരിക, 1 0 0. ഇനി നമുക്ക് ലാസ്റ്റ് കേസ് നോക്കാം. ലാസ്റ്റ് കേസിൻ്റെ അകത്ത് ഓക്കെ, ലാസ്റ്റ് കേസിൽ രണ്ട് ഇൻപുട്ടും 1. അപ്പോൾ രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ Q1 ഓഫായിരിക്കും, Q2 ഓഫായിരിക്കും. കാരണം എന്താണ്? ഇത് രണ്ടും P ആണ്. ദെൻ N എന്തായിരിക്കും വരിക നോക്കുക? 1 ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്, സോ Q3 ഓൺ ആയിരിക്കും. ബിയുടെ 1 Q4ലേക്ക് കൊടുത്തിട്ടുണ്ട്, സോ ഇതും ഓൺ ആയിരിക്കും. അപ്പോൾ ഇതും രണ്ടും ഓൺ ആവും. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ V0 എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്? 0ലേക്കാണ്. അപ്പോൾ V0 എന്ത് കിട്ടും? 0. നോക്കിയേ, ഇവിടെ നമുക്ക് എന്താ കിട്ടുക? 0. അപ്പം നോറിൽ 1 1 ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ട് എന്തായിരിക്കും? 0. അപ്പോൾ ഇത്രയാണ്. ഇതെന്ത് ഫങ്ഷൻ, എന്തിൻ്റെ ട്രൂത്ത് ടേബിളാണ്? നോറിൻ്റെ ട്രൂത്ത് ടേബിളാണ് വരുന്നത്. ഓക്കെ, but the operation of two input CMOS NOR gate is shown in the figure. For the low input of A and B, PMOS devices Q1 and Q2 will conduct, making the output to be at logic high. When any one of the input is low, it will produce a low output. If both A and B are given high,
high input, it will turn on the NMOS devices Q3 and Q4, making the output voltage to be logic low. അപ്പം CMOSൻ്റെ നാൻഡും നോറും ഇൻവേർട്ടറും എല്ലാം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഏത് കൺസെപ്റ്റ് കിട്ടിയാൽ മതി? ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി. പിയുടെ വീനിലേക്ക് 0 ആണെങ്കിൽ പിയുടെ ഗേറ്റിലേക്ക് നമ്മൾ 0 വോൾട്ട് കൊടുക്കുമ്പോൾ ഓൺ ആയിരിക്കും. എന്നിൻ്റെ ഇൻപുട്ടിലേക്ക് 1 കൊടുക്കുമ്പോഴാണ് ഓൺ ആവുക. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് CMOS എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. CMOSൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CMOSൻ്റെ അകത്ത് സ്പീഡും ഉണ്ട്, പവർ ഡിസിപ്പേഷൻ കുറവുമാണ്, ഹൈ പാക്കിംഗ് ഡെൻസിറ്റി ആയതുകൊണ്ട് VLSI ഡിവൈസസിന് ഒരു വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ IC ഡിസൈനിങ്ങിനകത്തൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? CMOS യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ ഫാൻ ഔട്ടാണ്, ബെറ്റർ നോയ്സ് മാർജിൻ. ഇവിടെ ബോത്ത് N ചാനൽ ആൻഡ് P ചാനൽ യൂസ് ചെയ്യുന്നുണ്ട് CMOS. ദെൻ നമ്മൾ പിന്നെ ACL ആണ്. ACL എന്ന് പറയുമ്പോൾ ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ ലോജിക് ഫാമിലി. ECLൻ്റെ അകത്ത് നമ്മൾ 2 എണ്ണം പറഞ്ഞു. ഒരൊറ്റ സർക്യൂട്ടിനകത്ത് ഓറും നോറും സർക്യൂട്ടും പറഞ്ഞു. അപ്പം ഇത്രയാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്.